ഞാൻ അച്ഛൻ്റെ അടുത്ത് ഒരക്ഷരം മിണ്ടാൻ പോകില്ല കേട്ടാ. ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് ചാടി കടിക്കാൻ പറ്റുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ തന്നെയാ. അത് വ്യത്യാസമുണ്ട്. നിങ്ങൾ രണ്ടൊരു അടി ഉണ്ടാക്കിയാലേ 10 മിനിറ്റ് കഴിയുമ്പോൾ സോൾവ് ആയിക്കോളൂ. അച്ഛൻ എന്റെ അടുത്ത് ഇപ്പൊ പ്രശ്നമാണ്. നിന്റെ അടുത്ത് ആർക്കാ പ്രശ്നം അല്ലാത്തെ? നിന്റെ വർത്താനം കേട്ട് തന്നെ എല്ലാവർക്കും ദേഷ്യവും. ഞാൻ നിങ്ങള് പറയുന്നതല്ലേ പറയുന്നത്. ആ ഇതുപോലെ അമ്മ പറയുന്നത് കേട്ടാ പറഞ്ഞത്. ചേച്ചിക്ക് തന്നെ എപ്പോഴും എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കണം. എന്റെ പൊന്നു വേറൊന്നും മിണ്ടാണ്ടിരിക്കൂ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എപ്പോഴും ദേഷ്യം തന്നെയല്ല. അതെ അതെ, അടുത്ത നിങ്ങൾ രണ്ടുപേരും കൂടെ തുടങ്ങാനുള്ള പ്ലാനാണ്. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയാ? ഇപ്പൊ വേറെ എന്താ ചെയ്യണ്ടേ? എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു. ആ കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ചീരത്തോര എവിടെ? എനിക്കറിയാൻ പാടില്ല. എനിക്കറിയാൻ പാടില്ല. അവര് കഴിക്കണ്ടേ? കഴിക്കണമെങ്കിൽ കഴിക്കണം. എവിടെ പറഞ്ഞല്ലോ എനിക്കറിയാൻ പാടില്ലെന്ന്. കളിക്കല്ലേ കൂടുതൽ കേട്ടാ. വയ്യാതിരിക്കാണ്. വയ്യാതിരിക്കാണ്. അതുകൊണ്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കണം. എന്തിനാ ഇങ്ങനെ സംസാരിക്കണേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? അച്ഛൻ തന്നെയല്ലേ പറഞ്ഞു അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അച്ഛനെ നോക്കാൻ അറിയാം, ആരും പഠിപ്പിക്കാൻ വരണ്ടെന്ന്. നോക്കിക്കോ. ഓ അങ്ങനെ. രാവിലെ സലാഡ്, ഇഞ്ചി വെള്ളം, 2 നേരം കുളിക്കാൻ ചൂടുവെള്ളം, ഏത്തപ്പഴം, ഉച്ചയ്ക്ക് കഴിക്കാൻ ചീരത്തോരൻ, അതിന് രാത്രി കഴിക്കാൻ കടല, ഇതെല്ലാം ചെയ്ത് തന്നിട്ട് അച്ഛനെ വാലിരിക്കണം മൊത്തം ഞാനും കേൾക്കണം. ചൂടുവെള്ളം പറയരുത്. കുളിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചെന്ന് നിഞ്ച പൊള്ളി അത്രയും എല്ലാം കൂടെ പുറത്ത് വന്നേ. ഇപ്പം ഇപ്പോഴും നീറേണ്. ചൂടുവെള്ളം അവള് തിളപ്പിച്ച് തന്നതോള് വരാന്നിട്ട് വായ ഓടിക്കണ. അതാര്? എന്തോ ചരക്ക് പാടുന്നു കണ്ണുമ്പേത്? ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലേ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? അതിങ്ങനെ പിഴിഞ്ഞെടുക്കും. എല്ലൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൂടെ മജ്ജയും മാംസം എല്ലാം കൂടെ വെളി തള്ളും. ഇളന്താളിച്ചിരിക്കാൻ ശരീരം ഇളന്താളിച്ചിരിക്കുകയാണ്. ഇളന്താളിയാ? എടാ ഇളന്താളിച്ചിരിക്കുന്നത് പ്രസവിച്ച പെണ്ണുങ്ങളെ ശരീരം പോലെയാണ് ഇപ്പം എൻ്റെ ശരീരം. അപ്പം അതുപോലെ നോക്കണം. പ്രസവിച്ച പെണ്ണുങ്ങൾ എങ്ങനെ നോക്കോ അതുപോലെ എന്നെ നോക്കണം. വിളിച്ചോണ്ട് പടേ പിന്നെ പടേ. അച്ഛനൊരു കാര്യം ചെയ്യാച്ചാ, അമ്മയെടുത്ത് ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ പറ. അതാകുമ്പോൾ അമ്മ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പൊന്നുവല്ലോ നോക്കിക്കോളുമല്ലോ. അത് നീ പറഞ്ഞ കറക്റ്റാ. അച്ഛൻ അമ്മയെ നടക്കുള്ളൂ, നമ്മളായിട്ട് സിങ്ക് ആവില്ല, ശരിയാവില്ല. നിനക്കൊക്കെ നിസ്സാര കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് ഉടക്കണം. അപ്പം പിന്നെ എന്നെ നോക്കണ്ടല്ലേ? ഈ ഇടക്ക ഭാരം തമ്മിക്ക് മുമ്പേ അറിയാടാ. കണ്ടാടി ഇതിപ്പോൾ അങ്ങനെ ആക്കി മാറ്റി. എന്നാ അങ്ങനെ വിചാരിച്ചു വെച്ചാ ഒരു കാര്യം ചെയ്യാം. എൻ്റെ കാര്യം നോക്കല്ലേ? എനിക്കെന്നെ അറിയാം. വേറെ ആരും വേണ്ട കേട്ടാ. ഞാൻ പോണു. ഇനിയിപ്പോൾ ആ പേരും പറഞ്ഞ് പെടങ്ങൊന്നും വേണ്ട. ചീരത്തോരൻ ഞാൻ ഉണ്ടാക്കി വെച്ചോണ്ട്. ഉണ്ടാക്കിയാ അത് നീനങ്ങ് തിന്ന്. എനിക്ക് വേണ്ട പോ. അച്ഛൻ ചുമ്മാ പിണങ്ങലച്ചാ. അച്ഛനിങ്ങനെ ചുമ്മാ പുറത്തിറങ്ങി ഇറങ്ങി നടക്കണോണ്ടല്ലേ ഞങ്ങൾ വഴക്ക് പറഞ്ഞത്. പറയാളെല്ലാം പറഞ്ഞിട്ട് നല്ല വാക്ക് പറഞ്ഞോടാ. ആ ചികിത്സ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി പിന്നെ പൊന്നുവരെ നോക്കിയാണ്. എങ്ങനെ അമ്മയെ ധിക്കരിച്ച് ഒരുപാട് നടന്നേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പറയുന്നത് ഞാൻ ഇപ്പം അനുഭവിക്കണത്. എൻ്റെ അമ്മ മാപ്പ് ഇത്രയും വിചാരിച്ചില്ല. ആരോവർ? അച്ഛൻ. ഞാനോവർ? നീയൊക്കെ ഓവറാ. നീ അല്ലേ കൊച്ചു വയലിൽ വലിയ വർത്താനം പറഞ്ഞത്. നീ എവിടെ ഓവർ? അപ്പം ഞാൻ അച്ഛാന്ന് വിളിച്ചാണ്ട് ഏരി വന്നിട്ടല്ല ഫുട്ബോൾ അടിക്കുമ്പോൾ അടിച്ചോളാം ഞാൻ. എന്താ ആസി? തിരുമൊക്കെ കഴിയുന്നതിന് വന്നേ ഉള്ളൂ. വിളിക്കാത്തതാ? റെസ്റ്റടാ. നീ എവിടെ? ജംഗ്ഷനില്ല? ഞാനിപ്പോൾ ജംഗ്ഷനിൽ വന്നിട്ട് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. വളർന്നു അല്ല ഞാനില്ല, ശരിയാവില്ല. സാധനം വന്നിട്ട് ആട്ട വന്നിട്ട് തിരിച്ചാട്ട പോകുമോ? ഇല്ലടാ വാസി. ഇല്ല വന്നാൽ ശരിയാവില്ല. ഇവിടെ വാഗ പ്രശ്നമായിട്ട് കിടക്കണം ഇവിടെ. ഇല്ലടാ വന്നാൽ ശരിയാവില്ല. നീ വച്ചിട്ട് പോ. ഒന്നാമത് വയ്യ, റെസ്റ്റ് എടുക്കുകയാണ്. ശരി ഓ. അച്ഛാ എന്നാ ഈ ഏത്തപ്പഴം കഴിക്കേ. കഴിക്കട്ടെ. അച്ഛാ ഇത് കഴിച്ചാ. കുറച്ച് കഴിയുമ്പോഴത്തേക്കേ ആ ചീര ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടാക്കി തരാം. ഫ്രിഡ്ജിൽ വെച്ച ചീര എനിക്ക് ചൂടാക്കിയാ? എനിക്കത് വേണം, കൊണ്ട് പോകണമെന്ന്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച ചീര അത് തണുത്ത ചീര, അത് അസുഖം വേറെ വല്ല അസുഖം വരും എനിക്ക്. അച്ഛന് ഭയങ്കര നിർബന്ധ ബുദ്ധിയാണ് കേട്ടാ. അച്ഛന് ഭയങ്കര നിർബന്ധ ബുദ്ധി തന്നെ. അച്ഛൻ മതിയേക്ക് ആ പഴം എടുത്ത് കഴിച്ചാ. മര്യാദ കഴിക്കാനാ? ഇന്ന് ഭീഷണിപ്പെടുത്തി കഴിപ്പിക്കാനുള്ള പരിപാടിയാണോ? അമ്മ അത് അച്ഛൻ ഫുഡൊന്നും കഴിക്കണില്ലാന്ന്. എനിക്കറിയില്ല, പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ അടങ്ങിയൊന്നും ഇരിക്കണില്ലെന്നേ. ഇതിപ്പോൾ സുഖചികിത്സ കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് തലവേദനയാണെന്ന് തോന്നണമ്മ. ശരി ഞാൻ വിളിക്കാം. നിനക്ക് വല്ല കാര്യമുണ്ടോ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്? നീ ഇപ്പോൾ അവിടെ ഭദ്രകളി കുറച്ച് വിളിക്കൊണ്ട് ഇങ്ങോട്ട് വരും. വരട്ട്, വിളിക്കട്ട്, വിളിച്ച് ഉപദേശിക്കട്ട്. അച്ഛാ ആ പഴം എടുത്ത് കഴിച്ചു.
കഴിക്കണ്ട. പ്രശ്നം തീർന്നില്ലേ? റാങ്ക് വേണ്ടതിന്റെ പഴം അച്ഛാ പഴം കഴിക്കാത്ത എന്താ അച്ഛാ? വേണ്ടാത്തോണ്ട് ഇങ്ങനാണെങ്കിൽ ഞാനും അച്ഛനും കൂടെ പിണങ്ങും. നീ അച്ഛനടുത്ത് വഴക്കൊണ്ടൊക്കെ നിൽക്കണല്ലേ? ആണ്. അമ്മ പറയുന്ന വയസ്സായപ്പം അച്ഛന്റെ സ്വഭാവം മോശം. ഞാൻ സഹിച്ചു, നീ പോ. നീ പാടൊന്ന് വിളിച്ചോണ്ട് വാ. അയ്യോ വാശിക്ക് പറയാൻ ചെയ്തല്ലേ വയറും വിശക്കണം. വാസി ഇവിടെ ഇടാ സാധനം വെച്ചാൽ ഓട്ടെ വന്നാ എന്നിട്ട് വീട്ടിലേക്കാണാ? ഒരു കാര്യം ചെയ്യ്, നീ തിരിച്ചു പോകുമ്പോഴേ വീടിൻ്റെ ഗ്യാറ്റിൻ്റെ അവിടെ നിൽക്കട്ടെ, കുറച്ച് ഉള്ളിലോട്ട് ഒതുക്കി നിർത്ത്. ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് വിശക്കണ്ട, വെള്ളം കഴിക്കണം. നീ ആട്ടം തന്നെ ഇരുന്നോണേ, ഇറങ്ങി വന്നുള്ളതല്ലേ. പിന്നെ വിളിക്കാനും നിൽക്കണ്ട, ഇവിടെ ആകെ പ്രശ്നമാണ്. പറഞ്ഞേട്ടാടാ. വാങ്ങിച്ചു തരും വന്നാ? വാങ്ങിച്ചു തരാം. ശരി വൈകടേ. എടാ ഒതുങ്ങി നിൽക്കണം, ഗ്യാറ്റിൻ്റെ ഫ്രണ്ടിലൊന്നും കൊണ്ട് നിർത്തിക്കളയല്ലേ. ശരി. പാറു 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 എന്താട്ടാ? എന്നാ എടുക്കുവാ? വയ്യായില്ലേ? എന്തെടുക്കുവാ? ഞാൻ ചുമ്മാ നടക്കുന്നു. ചുമ്മാ നടക്കുന്നതാണോ? ചുമ്മാ നടന്നതൊന്നും പോരാ, പഠിക്കണം കേട്ടോ, വല്ലതും എടുത്ത് വെച്ചിട്ട്. ചെല്ല് ചെല്ല് പോ. അച്ഛാ അച്ഛാടെ പോവാ അച്ഛാ? ഒരിടത്ത് പോകാനില്ല, എവിടെ വന്നിരിക്കുന്നത്. എവിടെ പോവാ ഞാൻ? ഏത്തപ്പഴം എടുത്ത് തരട്ടെ? വിളിച്ചോളാം ഞാൻ. അച്ഛന് കുളിക്കാൻ വെള്ളം ചൂടാക്കി തരട്ടെ? വെള്ളം ഞാൻ ചൂടാക്കി കുളിച്ചോളാം, നീ ചൂടാക്കി എടുത്തോളാം മതി. നീ പോ. പിന്നെ ഒറ്റയ്ക്ക് ചെയ്തോ? ഞാൻ ചെയ്തോളാം, ആരാ സഹായം വേണ്ട എനിക്ക്. സ്റ്റാർട്ട് ചെയ്തോ. വെക്കോ.